രാജ്യത്ത് NSG ഇനി മുതൽ പൂർണ്ണമായും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി മാറുന്നു. ഇതോടെ രാജ്യത്തെ VIP സുരക്ഷാ ചുമതല ഇനി പൂർണ്ണമായും CRPF-ന്. നേരത്തെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന NSG വഹിച്ചിരുന്ന ചുമതലയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും CRPF-ന് കൈമാറുന്നത്. പ്രധാനമന്ത്രി ഒഴികെയുള്ള രാജ്യത്തെ VIP-കളുടെ സുരക്ഷയായിരുന്നു NSG നിർവഹിച്ചിരുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല SPG-യാണ് നിർവഹിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ ചുമതലയേറ്റതിനു ശേഷമാണ് VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും NSGയെ മാറ്റാനായുള്ള തീരുമാനം സ്വീകരിച്ചിരുന്നത്. NSGയെ അതിന്റെ യഥാർത്ഥ പ്രവർത്തന മേഖലയായ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി പൂർണ്ണമായും നിയോഗിക്കാനായാണ് VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റുന്നത്. NSGയുടെ ബ്ലാക്ക് കാറ്റ് കമാൻഡോകളെയും VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. നിലവിൽ രാജ്യത്തെ 8 വ്യക്തികൾക്കാണ് NSG സുരക്ഷ നൽകുന്നത്. BJPയുടെ മുതിർന്ന നേതാവ് LK അദ്വാനി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള, BSP അധ്യക്ഷ മായാവതി, ഗുലാം നബി ആസാദ്, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ്, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവർക്കാണ് NSG സുരക്ഷ നൽകുന്നത്. കേന്ദ്ര അർദ്ധസൈനിക വിഭാഗമായ CRPF, CISF തുടങ്ങിയവയ്ക്ക് ആയിരിക്കും ഇനി ഈ VIP-കളുടെ സുരക്ഷാ ചുമതല നൽകുക. ഇതോടെ 500ഓളം NSG കമാൻഡോകളെ ഭീകരവിരുദ്ധ ഹൈജാക്ക് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാം എന്നാണ് ആഭ്യന്തര മന്ത്രാലയം കണക്കുകൂട്ടുന്നത്. ഇന്ത്യയിൽ വിശിഷ്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ചുമതല സംസ്ഥാന ഗവൺമെന്റിനും ലോക്കൽ പോലീസിനുമാണ്. ഭാരതത്തിലെ സുരക്ഷാ സംവിധാനം 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. Z+, Z, Y, X ഇവയാണ് ഈ 4 വിഭാഗങ്ങൾ. ഏറ്റവും ഉയർന്ന സെക്യൂരിറ്റി സംരക്ഷണമാണ് Z+. ഏറ്റവും കുറഞ്ഞത് 10 NSG കമാൻഡോസും സായുധ സേനയുമായിരിക്കും സുരക്ഷ ഒരുക്കാൻ കൂടെ ഉണ്ടാവുക. എന്തെങ്കിലും ഭീഷണിയോ മറ്റോ നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നേർക്കുള്ള ഭീഷണി ഉറപ്പാണ് എന്ന് കണ്ടെത്തിയാൽ ഇത്തരം സുരക്ഷ ഒരുക്കാൻ സർക്കാർ ബാധ്യസ്ഥ. അതേസമയം പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ നിന്നും ചുമതല എടുത്തുമാറ്റിയാണ് CISF-ന് നൽകിയിരിക്കുന്നത്. 2013 മുതൽ പാർലമെന്റ് മന്ദിരത്തിന് കാവൽ നിൽക്കുന്ന 1400 ജവാന്മാരെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പിൻവലിച്ചത്. CRPF-ൽ നിന്നും ചുമതല എടുത്തുമാറ്റി CISF-ന് നൽകുക മാത്രമല്ല സുരക്ഷാ സേനയുടെ അംഗശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചയായിരുന്നു CRPF സുരക്ഷാ സേനയുടെ അവസാന ദിനം. 2023 ഡിസംബറിലെ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. CRPF-ൽ നിന്ന് ചുമതല ഏറ്റെടുക്കാൻ CISF-നോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. മെയ് 20 മുതൽ 3300-ലധികം CISF ഉദ്യോഗസ്ഥർ തീവ്രവാദ വിരുദ്ധ, അട്ടിമറി വിരുദ്ധ സുരക്ഷാ ചുമതലകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. CRPF-ന്റെ പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ്, വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ഉപകരണങ്ങളും സമുച്ചയത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രോസസ് വെള്ളിയാഴ്ച പൂർത്തിയാക്കി. PDG-യുടെ കമാൻഡറും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും സമുച്ചയത്തിനുള്ളിലെ എല്ലാ സുരക്ഷാ ചുമതലകളും CISF സംഘത്തിന് കൈമാറി. പഴയതും പുതിയതുമായ പാർലമെന്റ് സമുച്ചയങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും സുരക്ഷിതമാക്കാൻ മൊത്തം 3317 CISF ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.